ഹായ്. ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് എന്തായാലും രാവിലെ കുക്കിംഗ് വ്ളോഗ് ഇടാമെന്ന്. അപ്പോൾ ഇന്ന് രാവിലെ പൈനാപ്പിൾ മോര് കാച്ചിയതായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണിത്. പൈനാപ്പിൾ ഞാൻ ചെറിയ സ്ക്വയറായിട്ട് അരിഞ്ഞെടുത്തു. എന്നിട്ട് അത് ഒരു പാത്രം വെച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 10 ഉലുവ അത് ഇട്ട്, പൈനാപ്പിളും ഇട്ട്, പച്ചമുളകും ഇട്ട്, എന്നിട്ട് അതൊന്ന് വാടിക്കഴിയുമ്പോൾ കുറച്ച് ഉപ്പും ഇട്ട്, എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് വാടിയിട്ട് കുറച്ച് ഇത്തിരി നേരം അത് എന്തായാലും വേണം വേകാനായിട്ട്. വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല. വെളിച്ചെണ്ണയിലും പച്ചമുളകിലും ഉലുവ, വേപ്പില ഇത്ര സാധനത്തിൽ കിടന്ന് തന്നെ പൈനാപ്പിൾ അങ്ങ് വെന്തു. എന്നിട്ട് മൂടി വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തുറക്കുമ്പോഴേക്കും അതൊരുവിധം ഉടയാറായിട്ടുണ്ടാവും. അപ്പോൾ ആ സമയം കൊണ്ട് മോര് കാച്ചാനുള്ള തേങ്ങ എടുക്കണം. വെളുത്തുള്ളി, ജീരകം ഒരു 4 അല്ലി വെളുത്തുള്ളി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുഞ്ഞ് വെളുത്തുള്ളിയായിരുന്നു ഇവിടെ, അതുകൊണ്ട് 4 ഇട്ടു. ഇച്ചിരി മതിയല്ലോ. എന്നിട്ട് ജീരകവും വെളുത്തുള്ളിയും കൂടെ തേങ്ങയും കൂടി അരച്ചു. തേങ്ങ അരച്ചപ്പോൾ ഞാൻ മോര് തന്നെ ഒഴിച്ചത്. മോരിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടായത്, ആ വെള്ളം ഒഴിച്ചാണ് തേങ്ങ അരച്ചത്. എന്നിട്ട് ആ മോരും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് പൈനാപ്പിൾ വെന്തയിലേക്ക് അങ്ങ് ഒഴിച്ചു. നന്നായിട്ടൊന്ന് ആ പാകത്തിന് ഉപ്പും കുറച്ച് പഞ്ചസാര ഇട്ടായിരുന്നു, ഇച്ചിരി. കാരണം എന്തായാലും മോര് കാച്ചിയതിന് മധുരം വേണം. അപ്പോൾ പൈനാപ്പിളിൻ്റെ മധുരം അധികമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ 2 സ്പൂൺ പഞ്ചസാര ഇട്ടു, കുറച്ച് ഉപ്പും ഇട്ട്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും ഒരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. മറ്റേ പിരിയമുളക് എൻ്റെ കയ്യിലില്ലായിരുന്നു. പിരിയമുളകും കൂടി ഇട്ടാൽ കാണാനും ലുക്കാണ്, നല്ലതാണ്. പിന്നെ വേപ്പിലയും കടുകും കൂടെ പൊട്ടിച്ചങ്ങോട്ട് ഒഴിച്ചു. അത്രയേ ഉള്ളൂ. എളുപ്പമാണ്, സിമ്പിൾ റെസിപ്പിയാണ്. താങ്ക് യു.